അങ്ങനെ നമ്മൾ താജ്മഹൽ വിസിറ്റിന് ശേഷം തൊട്ടടുത്തുള്ള ആഗ്ര ഫോർട്ടിലെത്തിയിരിക്കുകയാണ്. സോ ഇപ്പം നമ്മൾ എൻ്റർ ആവുന്നത് അമർ സിംഗ് ഗേറ്റ് ആണ്. സോ ഇപ്പം ആസ് ഓഫ് നൗ കുറേ ഗേറ്റ്സ് ഉണ്ടായിരിക്കണമായിരിക്കും ബിക്കോസ് ഇറ്റ്സ് സോ ഹ്യൂജ്. പക്ഷെ നമുക്കിപ്പം എൻട്രി ഉള്ളത് അമർ സിംഗ് ഗേറ്റ് വഴി മാത്രമാണ്. സോ ഇവരിപ്പം പറയുന്നത്, ഗൈഡ് ഇപ്പം പറയുന്നത്, ഇതിലെ വലിയൊരു പോർഷൻ ഇപ്പോഴും ഇപ്പം ഇന്ത്യൻ ആർമി അവരുടെ ക്യാമ്പിങ്ങും ട്രെയിനിങ്ങിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. സോ ആ പോർഷൻ നമുക്ക് ആക്സസ് ഇല്ല. സോ ഒരു സ്റ്റിൽ ലൈക്ക് എന്താ പറയുക, കുറേ പോർഷനിൽ നമുക്ക് പോയി കാണാം, ലൈക്ക് ആക്സസ് ഉണ്ട്. So that will be what we'll be exploring today. He was the Jat king from Bharatpur, 1764. So backside of this ball, backside of the damaged part, Yamuna river front. Center of the garden. സോ അങ്ങനെ വി ഹാവ് റീച്ച്ഡ് ആഗ്ര ഫോർട്ട്. ആൻഡ് ഇപ്പം നമ്മളുള്ളത് ഇറ്റ്സ് ലിറ്ററലി അങ്കൂർ ഗേറ്റ് അങ്ങനെ എന്തോ ആണ്. ആൻഡ് ഇവിടെ ദിസ് ഇസ് ലൈക്ക് ദ റൂംസ് ഫോർ ഓൾ ദ ദാസി ഗേൾസ് ഹിയർ. ദിസ് ഇസ് ദ ഖാസ് മീനിങ് സംതിങ് സ്പെഷ്യൽ. ഇതാണ് ഖാസ് മെഹൽ. ഖാസ് എന്ന് പറയുമ്പോൾ സംതിങ് സ്പെഷ്യൽ. സോ ഈ ആഗ്ര ഫോർട്ടിൽ ഈ ഒരു പോർഷൻ ഇസ് ഓൾ മെയ്ഡ് ഓഫ് വൈറ്റ് മാർബിൾ. സോ ഈ ഒരു ഏരിയയിലായിരുന്നു ഔറംഗസേബ് സ്വന്തം അച്ഛനായ ഷാജഹാനെ ലൈക്ക് ഓവർ അവരുടെ സക്സഷൻ്റെ ആ ഒരു ഇഷ്യൂസൊക്കെ വന്നപ്പോൾ ഇംപ്രസൻറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു പ്ലേസാണ് ഈ ഖാസ് മഹൽ. ആൻഡ് ഈ ഖാസ് മഹലിൻ്റെ സൈഡിൽ തന്നെ ദർ ഇസ് ഷീഷ് മഹൽ, ഷാജഹാനി മഹൽ. അത് അവരുടെ ഡോട്ടേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു റെസ്റ്റ് ഹൗസാണ്. സോ ദേ ആർ ലൈക്ക് ട്വിൻ മെഹൽസ്. ഒരേപോലെ തന്നെയുള്ള ഫോമാറ്റിലുള്ള 2 മെഹൽസാണ്. നമ്മൾ താജ്മഹൽ കണ്ട പോലെ തന്നെയാണ് ഇവിടുത്തെ ഈ മാർബിളിലെ വർക്ക്സും. അതായത് മാർബിളിൽ അവർ കാർവ് ചെയ്ത് ഓരോരോ പ്രഷ്യസ് സ്റ്റോൺസൊക്കെ, അതായത് റൂബി, എമറാൾഡ്, ആ കളേഴ്സൊക്കെ വേണ്ടിയിട്ട് ആ പ്രഷ്യസ് സ്റ്റോൺസാണ് ഇവിടെ വെച്ചേക്കുന്നത്. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആക്സസ് ഇല്ല. അവിടെ നല്ല വലിയ ബാൽക്കണീസൊക്കെ ഉണ്ട്, പക്ഷേ അതിന് ആക്സസ് ഇല്ല. അപ്പം ഞങ്ങൾ ഗൈഡിനോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് പണ്ട് നമുക്കെല്ലാവർക്കും ആക്സസ് ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ദീ സ്റ്റാർട്ടഡ് വന്ന് സൈഡിലൊക്കെ വന്നിട്ട് ആ റൂബിയും എമറാൾഡും ഒക്കെ ദേ യൂസ് ടു ബ്രിങ് സം എന്തെങ്കിലും ഷാർപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ദേ യൂസ് ടു എന്താ പറയുക കട്ടെടുക്കാൻ നോക്കുമായിരുന്നു. സോ അങ്ങനെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ പോലും താഴത്തെ ആ ഏരിയയിലൊക്കെ നമ്മൾ ഇനിഷ്യലി ആൾക്കാരൊക്കെ നിൽക്കാൻ പറ്റുന്ന ഏരിയയിലുള്ള സ്റ്റോൺസ് ഒന്നും ഇല്ല. സോ അവർ പയ്യെ അത് മൊത്തം റെസ്ട്രിക്റ്റ് ചെയ്തു. പക്ഷേ വളരെ നല്ലൊരു ബാൽക്കണി വ്യൂ ഉണ്ട്. അവിടെ ഇരുന്നാൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ദൂരെ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും.
ആണോ പറഞ്ഞ് യെസ്